ഓട്ടോ ഓട്ടോ കേറ്. പോകാം. ഒരു അർജന്റ് കേസിന് പോവാണ് സാർ. എന്താ അർജന്റ്? ഒരു കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ പോവാണ് സാർ. ഏത് ഹോസ്പിറ്റലില്? ലിറ്റിൽ ഫ്ലവർ. നീ സാജു അല്ലടാ? മട്ടാഞ്ചേരി സാജു. അതെ. നിനക്ക് ബ്ലഡ് കൊടുത്തല്ലോ പരിചയം, എടുത്തല്ലേ ഉള്ളൂ. പ്രതാപ, കൂടുതൽ ചോദ്യം പറഞ്ഞൊന്നും വേണ്ട, അവനെ തൂക്കിയെടുത്തോ. എന്താടാ ഒരു മൂഡൗട്ട്? ഞാൻ ആലോചിക്കായിരുന്നു എന്ത് മാനസയോട് പറയണ്ടേന്ന്. എന്റെ ജീവിതത്തിൽ മാനസ അറിയാത്ത രഹസ്യങ്ങളില്ല. മാനസയുടെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത വേണുഗോപനുമായ ഒരു ഇഷ്ടം മനസ്സിൽ ഊറിക്കൂടിയപ്പോ അവൾ ആദ്യം പറഞ്ഞത് എന്നോടാ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ആലോചിച്ച ശേഷമാ അവൾ ഒടുവിൽ വേണുഗോപനോട് രസ് പറഞ്ഞത്. ഇതിപ്പോ എന്റെ കാര്യമായപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മൈനെ. പ്രണയിച്ചു തുടങ്ങുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണത്തിലും പ്രതാപത്തിലും SP ഹരിശങ്കറിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ അരവിന്ദാക്ഷന് കഴിയില്ലെങ്കിലും മാനസയുടെയും വേണുഗോപന്റെയും മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ രണ്ടു വീട്ടുകാരും വിവാഹത്തിന് സമ്മതം മൂളും. മാത്രമല്ല മാനസ മനസ്സുകൊണ്ട് വിവാഹത്തിന് ഒരുങ്ങുകയും ചെയ്തു. അതുപോലെയാണോ നമ്മുടെ കാര്യം? 1000 പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിൽ. എന്റെ അവസ്ഥ എനിക്കറിയാലോ. ഈ ഒഴുക്കിൽപ്പെട്ട ഒരു ഇല പോലെ ഇപ്പൊ എന്റെ ജീവിതം. ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ജീവിതം എന്നെ എവിടെയൊക്കെയോ എത്തിച്ചേർക്കുന്നു. ഇവിടെ ഇനി എത്ര നാൾ, പുറത്തിറങ്ങിയ പിന്നെ എന്ത്, ഇതൊന്നും അറിയില്ല. ഭാവിയെപ്പറ്റി ആലോചിക്കാൻ തന്നെ എനിക്കിപ്പോ പേടിയാ. എങ്കിലും മഴച്ചാറ്റിലടിച്ച കണ്ണാടി പോലെ അവ്യക്ത ചിത്രങ്ങളുമായി അതിപ്പോ എന്റെ മുന്നിലുണ്ട്. മൈനയുടെ കാര്യോ? ഈ വീടിന്റെ പടിയിറങ്ങേണ്ടി വന്ന മറ്റൊരത്താണിയുണ്ടോ മൈനയ്ക്ക്? കൈപിടിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടാൻ ഇപ്പൊ ഞാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ അപ്പോ അത്തരൊരു സാഹചര്യത്തിലല്ലെങ്കിലോ? അപ്പോ നമ്മുടെ ഇഷ്ടമെന്നും പ്രണയമെന്നും ഒക്കെ പറയുന്നത് ഉച്ചഭാഷണി വെച്ച് വിളിച്ചു പറയാനുള്ളതല്ല മൈനെ. അത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള മൗനമായ ഭാഷയാ. കണ്ടില്ലേ? ഹരി, ഇത് പരമ ബോറാണ് കേട്ടോ. ഒന്നുകിൽ കേൾക്കുന്ന അവൾക്ക് നാണം വേണം, ഇല്ലെങ്കിൽ പറയുന്ന എനിക്ക്. പെണ്ണുങ്ങൾക്ക് ഇത്ര അശ്രദ്ധ പാടില്ല. നീ ഇങ്ങനെ കിടന്ന് തുള്ളാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഹരി കണ്ടില്ലേ ഡോറൊക്കെ തുറന്ന് മലർത്തിയിട്ടിരിക്കുന്നത്? സെക്യൂരിറ്റിക്കായി ഇവിടെ ഒരു പീലാത്തോസ് ഉണ്ടല്ലോ ഗൗരി. പീലാത്തോസ്? അയാളുടെ വിശേഷം ഒന്നും പറയണ്ട.
ഇനി 1000 പേര് കാവലുണ്ടെങ്കിൽ തന്നെ എന്താ? ജീവിതത്തിനൊരു ഡിസിപ്ലിൻ ഒക്കെ വേണ്ടേ? പ്രശ്നം ഉണ്ടാക്കാൻ നീ ഓരോ കാരണങ്ങൾ കണ്ടെത്താണോ ഗൗരി? ഇറ്റ്സ് ദ ലിമിറ്റ്. ആരുമല്ലാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവൾക്ക് വേദന ഉണ്ടാക്കേണ്ടത് കരുതി വാക്കിലും നോക്കിലും ഒക്കെ ചില സൂചനകൾ നൽകി നോക്കി. അവൾക്കത് മനസ്സിലായിട്ട് മനസ്സിലാവാത്ത ഭാവം നടിക്കുക. ഇനി ഞാൻ നേരിട്ട് തന്നെ പറയും. സിദ്ധു, ഒരുപക്ഷെ ഇത് സ്വാതന്ത്ര്യത്തോടെയുള്ള നമ്മുടെ അവസാനത്തെ പകലായിരിക്കും. അതെന്താ മൈന അങ്ങനെ പറഞ്ഞ? മാനസ ഇന്ന് വരികയല്ലേ? കുറച്ച് ദിവസമായി സ്വപ്നലോകത്തായിരുന്നു ഞാൻ. പെട്ടെന്ന് അതിന്ന് കാല് തെറ്റി വീഴാൻ പോകുന്ന പോലൊരു തോന്നല്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട മൈനെ. അതല്ല സിദ്ധു, അധികം ദൂരെ അല്ലാതെ അജ്ഞാതമായ എന്തോ ഒരു ആപത്ത് മുന്നിൽ കാണുന്നുണ്ട് ഞാൻ. എന്റെ മനസ്സങ്ങനെ പറയുന്നു. നീർക്കുമിള പോലെയാ എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങള്. കാണുമ്പോ നല്ല പൊലിമയായിരിക്കും, പക്ഷെ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അതങ്ങ് പൊട്ടിപ്പോവും. അതങ്ങനെ ശീലമായപ്പോ ഒന്ന് സന്തോഷം തുടങ്ങുമ്പോ ഞാൻ തന്നെ മനസ്സിനെ താക്കീത് ചെയ്യും. അപ്പൊ അധികം നിരാശ വേണ്ടി വരില്ലല്ലോ. ഇതും അങ്ങനെ തന്നെ ആവുന്നാണോ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു തോന്നല്. മൈനെ, സന്തോഷമോ സങ്കടമോ ആയിട്ട് ആർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടോ? എത്ര വലിയ കടലിനപ്പുറത്തും കാണില്ലേ ഒരു കര, ഇല്ലേ? മൈനേ, കുറ്റിയിട്ടേക്കണേ. മൈനേ, നിന്റെ റൂമിനകത്ത് എന്താ? നീ നിധിയോ മറ്റോ കുഴിച്ചിട്ടിട്ടുണ്ടോ? എന്താ ചേച്ചി? എപ്പോ നോക്കിയാലും ആ റൂമിനകത്താണല്ലോ നീ. വീടിന്റെ ഫ്രണ്ട് തുറന്ന് ലോക്ക് ചെയ്യാൻ പോലും നിനക്ക് സമയമില്ലേ? ഇനി ഇതിനൊക്കെ ഞാൻ വേറെ ആളെ വെക്കണോ? അല്ല, പറഞ്ഞാ മതി. അതും അല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ തന്നെ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. പണത്തിന് ക്ഷാമം ഉണ്ടായിട്ടല്ല കളപ്പുരയ്ക്കൽ കരുണാകരന്റെ മോൾ രാപകൽ ഹോസ്പിറ്റലും വീടുമായിട്ട് ഓടി നടക്കുന്നത്. ചേച്ചി, ഞാൻ എന്ത് ജോലി ചെയ്താലും അതിനൊരു ഡെഡിക്കേഷൻ വേണം മൈനെ. അതിന് സ്വന്തം എന്നൊരു തോന്നൽ അത് ചെയ്യുന്ന ആളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതൊന്നും എപ്പോഴും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മണിച്ചിട്ടേ, എന്താടാ എവിടെ പോയിരുന്നു മണിച്ചിട്ടാ? മണിച്ചിട്ടിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നടാ. എന്ത് കാര്യം? അതൊക്കെ വലിയ രഹസ്യല്ലേ. എന്നാലും എനിക്ക് പറഞ്ഞു തരുവോ? എന്റെ മുത്തിനോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാടാ ഞാൻ പറയാ? തൽക്കാലം മോള് പോയി കളിച്ചോ. ഹായ് ഗൗരി ചേച്ചി. നീ എന്താ മോളെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ ഇത്ര പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ.
യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? ഒരു കുഴപ്പമില്ലേട്ടാ. എങ്കിൽ മോള് പോയി റെസ്റ്റ് ചെയ്യും. മാനസ് അവിടെ നിന്ന് നിൽക്കണം. ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. അത് ഈ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും നിന്നോട് ചോദിക്കുമെന്ന് അറിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എവിടെയായിരുന്നു ഇത്രയും ദിവസം? പറഞ്ഞിരുന്നില്ലേ ഞാൻ ബാംഗ്ലൂര്. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ കുടുംബത്തിലേക്ക് വലതുകാല് വെച്ച് കയറുമ്പോ തളർന്ന് കിടപ്പുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇവിടെ, ഹരിയുടെയും മാനസയുടെയും അമ്മ. ആ ദിവസം അവരെന്നോട് ആവശ്യപ്പെട്ടത് മകനെ നന്നായിട്ട് നോക്കണമെന്നല്ല, അന്നത്തെ പാവാടക്കാരിയായ മകളെ ഒരു ചതിക്കുഴിയിലും വീഴാതെ കാത്തോളണേന്ന് മാത്രമായിരുന്നു. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാ നിന്നോട് ഞാനിത് ചോദിക്കുന്നത്. നീ എന്താ ഗൗരി ഒരുമാതിരി പോലീസ് മുറയിൽ? മാനസയുടെ മനസാക്ഷി അനുവദിക്കുന്നുണ്ടെങ്കിൽ അവള് പൊയ്ക്കോട്ടെ. എന്തായി കാര്യങ്ങള്? നീ വാ പറയാം. നീ ആ കഥ അടയ്ക്കേ. സിദ്ധാർത്ഥൻ എവിടെ? നിന്റെ മുറിയിലുണ്ട്. എന്തായി അവിടുത്തെ കാര്യങ്ങള്? എല്ലാം ഭദ്രം. പക്ഷേ പ്ലാനിങ്ങിൽ ചെറിയൊരു പിഴവ് പറ്റിയെന്ന് മാത്രം. എന്താ? ഷേർലിക്ക് പെട്ടെന്ന് സ്റ്റേറ്റ്സിലേക്ക് പോയേണ്ടി വന്നു. എന്നിട്ട് പകരം അവളുടെ ഒരു ആന്റിയുടെ വീട്ടില് അക്കോമഡേഷൻ ശരിയാക്കി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മാഗി ആന്റിയുടെ കാര്യം? അയ്യോ, അവരുടെ അടുത്തോ? നമ്മൾ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരിയൊന്നും അല്ലടി അവര്. ഒരു സാധു, ശരിക്കും പുലിയെ പോലെ ഇരിക്കുന്ന ഒരു പൂച്ച. എന്തായാലും അംബികയ്ക്ക് മറ്റും കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. അക്കാര്യത്തില് ഇപ്പോഴാ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത്. ഷേർലിയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ സേഫാ ഇപ്പൊ അവര്. ആശ്വാസമായി. ആ പിന്നെ ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല ഇക്കാര്യം. പ്രത്യേകിച്ചും സിദ്ധാർത്ഥൻ. തുലച്ചു. ഒരു ഇൻഫർമേഷൻ ഉണ്ടെണ്ണ. എന്താടാ അത്? പോർട്ട് കൊച്ചിയിൽ നമ്മുടെ ആ ബ്ലൈഡ് കുഞ്ഞുമോൻ വിളിച്ചിരുന്നു. അവന്റെ ഏരിയയിൽ ഒരിടത്ത് വെച്ച് ആ അമ്പിയും മറ്റും കണ്ടുവന്നു. പക്ഷെ സ്കെച്ച് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. നീ കാര്യം വ്യക്തമായിട്ട് പറ. ഒരു ഓട്ടോയിൽ കയറി പോകുന്നതാ കണ്ടത്. പക്ഷെ എങ്ങോട്ടാണെന്ന് അവൻ അറിയില്ല. ആ ഓട്ടോക്കാരനെ പൊക്കാൻ പറ. കൊച്ചിയിലെ ആട്ടോക്കാരെ തൊട്ട് ഊരി കളി നടക്കത്തില്ല. അവരുടെ സൈഡ് നല്ല സ്ട്രോങ് ആ. അർജുനോടാ പറയുന്നത്. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. എങ്ങനെ ഉണ്ടായിരുന്നല്ലോ ബാംഗ്ലൂർ ഡേയ്സ്? ബാംഗ്ലൂർ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ല മോനെ. അതിനെന്താ, മാനസ പഴയ മാനസ തന്നെയല്ലേ? അതല്ലേ പ്രശ്നം. മാനസ പഴയ മാനസയല്ല. 2-3 ദിവസം മാറി നിന്നിട്ട് താൻ ഞങ്ങളെ ശരിക്കും വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. ശരിക്കും വിഷമുണ്ടായിരുന്നോ എന്നെ കാണാതിരുന്നപ്പോ? കൊള്ളാം. മൈനയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളവും പേടിയും. സിദ്ധാർത്ഥനോ? അത് പിന്നെ ഇയാള് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഒരു ധൈര്യമല്ലേ. എനിക്കും ഈ സമയത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ മനസ്സുണ്ടായിട്ടല്ല. അതൊക്കെ പോട്ടെ. എന്ത് പറയുന്നു മാനസയുടെ ഫ്രണ്ട് ഷേർലി? ഷോപ്പിംഗും ഔട്ടിംഗും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചോ എല്ലാവരും? ഓ, അതിനൊന്നും ഒരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ട്രിപ്പ് അത്ര സുഖമായില്ല. അതെന്തേ?
മനസ്സവിടെ നിക്കണ്ടേ? അത് കള്ളം. കൂട്ടുകാരുടെയൊക്കെ ഇടയിൽ ജോളിയായിട്ടിരിക്കുമ്പോ ഈ പാവങ്ങളെയൊക്കെ ആരോർമ്മിക്കാനാ? ഇങ്ങനെ ഇവിടെ ആരെങ്കിലും ഒക്കെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ എവിഡൻസ് ഒക്കെ കരുതിയത്. എവിഡൻസോ? ദേ, സമയം ലോകത്ത് ഏറ്റവും മൂല്യമുള്ളതും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്തതും. ഒരു ഓർമ്മപ്പെടുത്തലിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഇതെന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ പെട്ടെന്നൊന്ന് മുങ്ങിയതാ നിന്നെ ഒന്ന് കാണാൻ. അല്ല എന്തിനാടി പോത്തെ? അയ്യടാ, മാനസ എവിടെ? അവളിപ്പോ താഴേക്ക് പോയി. എന്തായിരുന്നു റൂമിനുള്ളിൽ കാര്യമായിട്ടൊരു ഡിസ്കഷൻ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അതുവഴി പാസ് ചെയ്തപ്പോ കേട്ടതാ. ആഹാ, മറ്റുള്ളവരുടെ മുറിയിലെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കല നിന്റെ മെയിൻ ജോലി അല്ലേ? മറ്റുള്ളവരുടെ മുറിയിൽ ഒളിച്ചിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ, മാനസ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നു ബാംഗ്ലൂരിൽ നിന്ന്. എന്ത് ഗിഫ്റ്റ്? ഒരു വാച്ച്, നല്ല വിലയുള്ളതാ. എന്നിട്ട് എവിടെ? ഞാനതവിടെ മാറ്റി വെച്ചു. അതെന്താ? എന്റെ സമയം ഇപ്പൊ തീരെ ശരിയല്ല. അപ്പോഴേ അതങ്ങ് കിട്ടിയാ ഞാനങ്ങ് പൊക്കോളാം. എന്ത്? അത് പിന്നെ കവിളോ? പെണ്ണെ, വെറുതെ സമയം കളയല്ലേ. എന്താണെന്ന് പറയുന്നത്? ഞാൻ എങ്ങനെ തരാനാ? എന്നാലേ നീ അറിയാതെ ഞാനങ്ങ് വാങ്ങിക്കോളാം കേട്ടോ. വീട് വാതിലടച്ചിട്ടില്ല. അതിനുള്ള സമയം മതിയല്ലോ അതിങ്ങ് തരാൻ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്,